എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതായ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് വിമുഖതയുണ്ട്. എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടണം എന്നില്ല. വീട്ടിലെ കാര്യങ്ങളിൽ നമുക്ക് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടത്തോടെ ചെയ്യണമെന്ന് തോന്നാറില്ല. രാവിലെ എണീക്കാൻ ഒരു പക്ഷേ വിമുഖത ഉള്ളവർ, വീട്ടിലെന്തെങ്കിലും സഹായം ചെയ്യാൻ വിമുഖത ഉള്ളവർ, ഒരു വൈമനസ്യമുള്ളവർ, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം അവിടെ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉള്ളത്. കാരണം പ്രത്യേകിച്ച് ഇന്ന് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ധാരാളം ലോഡുണ്ട് ചെയ്യാൻ. അതൊരു സ്റ്റാഫ് ലീവും കൂടി കഴിഞ്ഞാൽ അവരുടെയും കൂടെ വർക്ക് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇതെല്ലാം പഴയതുപോലുള്ള വർക്കല്ലല്ലോ, ഒക്കെ നെറ്റ്വർക്കിംഗ് കണക്റ്റഡ് ആയതുകൊണ്ട് ഒരാൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അവർ ഫോഴ്സിലാണ്. പലതും അവർ ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. അവരുടെ ഇഷ്ടത്തിനൊരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനോ അവരിഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല. അവർക്കൊരു സിസ്റ്റത്തിൻ്റെ കൂടെ പോയേ പറ്റില്ല. അപ്പം ആ സിസ്റ്റത്തിനനുസരിച്ച് മനസ്സ് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും അവർക്കുള്ള ലോഡ്. സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് ഒരുപക്ഷെ 10, 30, 40 പേഷ്യൻ്റ്, 50 പേഷ്യൻ്റ് ഉണ്ടായിരിക്കാം. ഇത് 200 പേഷ്യൻ്റൊക്കെയാണ് ഡെയിലി ഇതിൽ വരുന്ന OP വരുന്നതെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡോക്ടറുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെ പലരും, ഞാൻ പറയണത് പല പ്രൊഫഷനുള്ളവരും പറ്റുന്നതിൽ അധികം ലോഡ് എടുക്കുന്നവരായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ജോലിയിൽ വിരസതയും മടുപ്പും ഒക്കെ വരും. അത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നവർ വളരെ വിരളാണ്. കലാകാരന്മാരുണ്ടാവും, അവർക്ക് ലാവിഷ്ലി അവരുടെ സമയം ഉപയോഗിക്കാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കുക, പാട് എന്ത് വേണേൽ ചെയ്യാം. പക്ഷെ സാധാരണ ഒരു പ്രൊഫഷൻ ജോലി ചെയ്യുന്നവർക്ക് ടൈം ഷെഡ്യൂളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട്, വർക്ക് ലോഡുണ്ട്, പിന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഉള്ള കണക്ഷൻസ്, അതായത് നെറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് കോർ ബാങ്കിങ് എന്ന് പറഞ്ഞ പോലെ പലതും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ലോഡ് അവർക്ക് എടുക്കേണ്ടതുണ്ട്. ഈ തരത്തിലൊക്കെ ഉള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഈ വർക്കിനെ വളരെ ഒരു ലൈറ്റ് മൈൻഡോട് കൂടിയിട്ട് വളരെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കും? അതിനുള്ളൊരു ടെക്നിക്കാണ് കൃഷ്ണൻ പറഞ്ഞത്. പുറത്ത് വർക്ക് ലോഡ് ഉണ്ടെങ്കിലും അകത്ത് ആ വർക്ക് ലോഡ് എഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ പുറത്ത് വർക്ക് ലോഡ് ഉണ്ടെങ്കിലും അകത്തത് എഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ അതെങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും? അതാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞിരുന്ന ടെക്നിക്ക്. അതിനാദ്യം നാം അറിയേണ്ടത് വർക്ക് ലോഡിൻ്റെ തീവ്രത കൂട്ടുന്നത്